ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് നമ്മുടെ സൂര്യ നായകനായിട്ടെത്തിയ റെട്രോ ഞാൻ കണ്ടു. ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. വ്യത്യസ്തമായിട്ടുള്ള ലുക്കിലാണ് നമ്മുടെ സൂര്യ എത്തുന്നത്. ചിരിക്കാൻ കഴിയാത്ത നായകനും അതുപോലെ തന്നെ ചിരിക്കാൻ കഴിയാത്ത ഒരു നാടും ആണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. സൂര്യ വളരെ ഗംഭീരമായിട്ട് തന്നെ അത് ആക്ട് ചെയ്തിട്ടുണ്ട്. ചിരിക്കാതെ തന്നെ പാട്ട് സീനിലും അതുപോലെ തന്നെ കോമഡി സീനിലും അതുപോലെ ആക്ഷൻ സീനിലൊക്കെ ചിരിക്കേണ്ട പല രംഗങ്ങളിലും സൂര്യ ചിരി മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഗംഭീരമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂജ ഹെഗ്ഡെ, നായികയായിട്ട് എത്തുന്ന പൂജ ഹെഗ്ഡെ, രുക്മിണി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പുള്ളിക്കാരിയുടെ ആക്ടിങ് വേണ്ടത്ര പുരോഗമിച്ചോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള സൂര്യ, പ്യാരിവേൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര്. വളരെ ചെറുപ്പത്തിൽ തന്നെ അതിദാരുണമായിട്ടുള്ള കൊലപാതകം അദ്ദേഹം നേരിൽ കാണാൻ ഇടയാവുകയും ഇതിലൂടെ അദ്ദേഹത്തിന് ചിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും പിന്നെ അദ്ദേഹം വളർന്നു വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അദ്ദേഹം വയലൻസ് ആയിട്ടുള്ള ജീവിതശൈലി നയിക്കേണ്ടി വരുന്നതും അതിൽ നിന്ന് അദ്ദേഹം വിട്ടുമാറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ പോകേണ്ടി വരുന്നതും കൂടാതെ അദ്ദേഹത്തിന്റെ നായികയായിട്ട് എത്തുന്ന നമ്മുടെ പൂജ ഹെഗ്ഡെയുമായിട്ടുള്ള അഫെയർ പലപ്പോഴും ബ്രോക്കൺ ആകുന്നതും അതുപോലെ തന്നെ നായികയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറായി പോകുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രമേയമാണ് ചിത്രത്തിൽ വരുന്നത്. അതുപോലെ ഈ ചിത്രത്തിൽ അധികാരത്തിന്റെ ബലം കൊണ്ട് ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ കീഴ്പ്പെടുത്തി അവരെ അടിമകളാക്കി വച്ചിരിക്കുന്ന ഒരു പ്രമേയം ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്തുന്നതിലേക്കായിട്ട് അവസാനം നായകൻ എത്തേണ്ട ഒരു പ്രമേയം കാണിക്കുന്നുണ്ട്. ചിത്രം മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കണ്ടിരുന്നു പോകാം എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും പലതും കണക്ട് ചെയ്തതായിട്ട് തോന്നിയില്ല. അതുപോലെ നമ്മുടെ ജയറാം ഈ ചിത്രത്തിൽ എത്തുന്നത് ചിരിക്കാൻ കഴിവില്ലാത്തവരെ ചിരിപ്പിക്കുന്ന ഡോക്ടറായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. അതുപോലെ നമ്മുടെ ജോജു ജോർജ് ഇതിലൊരു വില്ലൻ കഥാപാത്രമാണ്. നമ്മുടെ നായകനായിട്ടുള്ള സൂര്യയുടെ വളർത്തച്ഛനായിട്ടാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കൂടുതലായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ എല്ലാം കൃത്യമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സൂര്യ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം സൂര്യയുടെ വ്യത്യസ്തമായ ലുക്കുകൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. അതൊക്കെ പൊളിയെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ കണ്ടിരുന്നു പോകും. തുടക്കം മുതൽ ഒടുക്കം വരെ സൂര്യയുടെ വ്യത്യസ്തമായ ലുക്കുകളും സൂര്യയുടെ ആക്ടിങ് ചിത്രത്തിലുടനീളം സൂര്യയുടെ പെർഫോമൻസും ബെറ്റർ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് ജസ്റ്റ് കണ്ടിറങ്ങി പോകാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ചിത്രം വലിയൊരു പോസിറ്റീവ് ആണെന്നോ നെഗറ്റീവ് ആണെന്നോ ഒന്നും പറയാനായിട്ട് ഇല്ല. ഇതിനു മുമ്പ് വന്നിട്ടുള്ള സൂര്യയുടെ കങ്കുവ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ് ഈ ചിത്രം. ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും സെക്കൻഡ് ഹാഫിലൊക്കെ ഇതിന്റെ ഒരു കൾട്ട് എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാര് നടത്തിയിരുന്ന ഈ ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുകയും അതിൽ ആര് ജയിക്കും എന്നുള്ള വാതുവയ്പ് നടത്തുകയൊക്കെ ചെയ്യിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഈ ചിത്രത്തിൽ കാണിക്കുന്നു. അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അവതരണം തന്നെയായിരുന്നു. കൂടുതലായിട്ടൊന്നും ഈ ചിത്രത്തിനെ കുറിച്ച് പറയാനായിട്ടില്ല. അപ്പോ ജസ്റ്റ് നമുക്ക് കണ്ടിറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു ചിത്രമാണ് റെട്രോ. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.